1976 മാർച്ച് 26-ന് അർജന്റീനയിൽ ഒരു അട്ടിമറി ഭരണം നടന്നു. അതിനെ തുടർന്ന് അവിടെ പട്ടാള ഭരണമായി. എന്നാൽ ഈ പട്ടാള ഭരണം ഇഷ്ടപ്പെടാത്ത കുറേ ജനങ്ങൾ അതിനെതിരെ സമരം ചെയ്തു. ജനങ്ങൾ രഹസ്യ ഗ്രൂപ്പായ ഗറില്ല എന്ന ടീമിന്റെ കൂടെ കൂടി അവിടെയുള്ള ഗവൺമെന്റിനെതിരെ സമരങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ പട്ടാളക്കാർ അവരെ പിടിച്ച, അവരെ പീഡിപ്പിച്ച്, അവരുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കറന്നെടുത്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവരെയും പിടികൂടും. അവർക്ക് പിന്നെ ജയിലായിരിക്കും ജീവിതകാലം മുഴുവൻ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ മരണമായിരിക്കും. പക്ഷേ ഗറില്ല ഗ്രൂപ്പിലുള്ള ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ അവരുടെ പീഡനം സഹിക്കാൻ പറ്റാതാവുമ്പോൾ മറ്റൊരാളുടെ പേര് പറഞ്ഞു കൊടുക്കും. അവർ ചിലപ്പോൾ നിരപരാധികളായിരിക്കാം, പക്ഷെ പട്ടാളക്കാർ അവരെയും പിടിച്ച് പീഡിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കും, ചിലപ്പോൾ കൊന്നെന്നും വരും. ആ കാലഘട്ടത്തിലാണ് ക്ലോഡിയോ എന്ന ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. അവനെ ഇതുപോലെ തന്നെ പട്ടാളക്കാർ പിടിച്ച് ഗറില്ല ഗ്രൂപ്പിലുള്ളവനാണെന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യും. എന്നാൽ അവൻ ഞാനൊരു നിരപരാധിയാണെന്നായിരിക്കും പറയുക. അങ്ങനെ പട്ടാളക്കാരുടെ കയ്യിൽ അകപ്പെട്ട ക്ലോഡിയോ കൊല്ലപ്പെട്ടോ ജയിലിലകപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്നെല്ലാം പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2006-ൽ റിലീസ് ചെയ്ത ക്രോണിക്കിൾ ഓഫ് ആൻ എസ്കേപ്പ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരുത്തനെ കാറിലിട്ട് ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കിയിട്ട് അത് തന്നെയാണോ ആ മൈമോഗ്രാഫ് ഉള്ളവൻ്റെ വീടെന്ന് ചോദിക്കും. ഇടി കൊള്ളുന്നവൻ അത് തന്നെയാണ്, എനിക്ക് ഉറപ്പാണെന്ന് പറയും. അത് കഴിയുമ്പോൾ പിന്നെ അവൻ അടിക്കാൻ തുടങ്ങും. ഈ മൈമോഗ്രാഫ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു മെഷീനാണ്. ഈ അച്ചടി യന്ത്രം പോലെ തന്നെ ചെറിയൊരു മെഷീൻ. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. അവൻ്റെ പേര് ക്ലോഡിയോ. അവനിപ്പോൾ ഏതോ ഒരു ക്ലബിന് വേണ്ടി കളിക്കുകയാണ്, ഗോൾ കീപ്പറായിട്ടാണ് കളിക്കുന്നത്. എതിർ ടീമിന് ഒരു ഫ്രീ കിക്ക് കിട്ടിയപ്പോൾ അവന് മതിലെല്ലാം നിൽക്കാൻ പറഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് കീപ്പർ വെക്കും. എന്നാൽ അടിക്കുന്നവൻ സിമ്പിളായിട്ടത് ഗോളാക്കും. അതേ സമയത്ത് കുറച്ച് പട്ടാളക്കാർ അവൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന് അവൻ്റെ അമ്മയെ ഇടിച്ചിട്ട് ചോദ്യം ചെയ്യായിരിക്കും, എവിടെ പോയി നിങ്ങളുടെ മകൻ? അമ്മ പറയും, അവൻ ഏതോ ഒരു ക്ലബ്ബിൽ ചേർന്ന മുതൽ പിന്നെ ഇവിടേക്ക് വരാറില്ല, അവൻ കൂട്ടുകാരുടെ കൂടെ തന്നെയാണ് താമസിക്കാറ്. അന്നേരം പട്ടാളക്കാരുടെ ബോസ് ചോദിക്കും, അവനൊരു തീവ്രവാദിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? അമ്മ പറയും, അവനൊരു തീവ്രവാദിയല്ല, എൻ്റെ മോനൊരു തീവ്രവാദിയല്ല. ബോസ് പറയും, ആയിക്കോട്ടെ, എന്നാൽ ഈ വീട്ടിൽ എവിടെയാണ് ആയുധങ്ങളെല്ലാം വെച്ചതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ അതും എടുത്ത് പോയിക്കോളാം. അമ്മ പറയും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയോ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ തന്നെ ബോസിൻ്റെ ശിങ്കിടികൾ ആ വീട് സെർച്ച് ചെയ്യാൻ തുടങ്ങും. അവർ തെരഞ്ഞ് ഹീറോയുടെ റൂമിലെത്തുമ്പോൾ അവിടെ നിന്നൊരു ബാനർ കിട്ടും. അതിൽ ദ പീപ്പിൾ യുണൈറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗറില്ലകളുടെ ബാനറാണ്. അതേസമയത്ത് ഹീറോയുടെ ചേച്ചി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് കുറേ ആളുകൾ സാധനങ്ങളെല്ലാം എടുത്ത് പെട്ടിയിലാക്കി വണ്ടിയിലാക്കി കൊണ്ടുപോകാൻ നിൽക്കുന്നതാണ് കാണുക. അവൾ പേടിച്ചതും നോക്കി നിൽക്കും. ശിങ്കിടിമാർ അവളെയും പിടിച്ച് വീട്ടിലേക്ക് കയറ്റുമ്പോൾ ബോസ് അമ്മയോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ തീവ്രവാദിയായ മകനെ വേണോ അല്ലെങ്കിൽ മകളെ വേണോ? ഏതാ, പെട്ടെന്ന് തന്നെ തീരുമാനിച്ചോ. എൻ്റെ മകനൊരു തീവ്രവാദിയല്ല, എൻ്റെ മകളെയും വെറുതെ വിടണം, ഞങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾ പാവങ്ങളാണെന്ന് അമ്മ പറയും. എന്നാലും ബോസ് ഒന്നും മെയിൻറ്റ് ചെയ്യുന്നില്ല. ഹീറോ അന്നേരം കളിയും കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് ബസ്സിൽ വരികയായിരിക്കും. അപ്പോഴാണ് ഒരു ഗർഭിണി ചേച്ചി വരുന്നത്. അവൻ അപ്പം തന്നെ സീറ്റ് മാറിക്കൊടുക്കും. അവരൊരു ചിരിയും പാസ്സാക്കിയിട്ട് അവിടെ ഇരിക്കും. എന്നാൽ വീട്ടിൽ ഇതെല്ലാം നടക്കുന്ന കാര്യം അവൻ അറിയുന്ന പോലുമില്ല. അപ്പോഴേക്ക് ആ പട്ടാളക്കാർ അവൻ്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവും. ആ കട്ടിമീശക്കാരൻ വീടിൻ്റെ പിറകിൽ നിന്നൊക്കെ ചാടി വന്ന് അവിടെയുള്ള പട്ടിയെ വെടിവെച്ച് കൊല്ലും. അവൻ വലിയ ആക്ഷൻകാരനാണെന്നാണ് അവൻ്റെ വിചാരം. വലിയ ആക്ഷൻ ഹീറോ ബിജുവാ. ഹീറോ വീട്ടിലെത്തുമ്പോൾ തന്നെ അവന്മാർ അവൻ്റെ കണ്ണിനും കെട്ടുകെട്ടി ബോസിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ട് കിടത്തും. ബോസ് അവൻ്റെ പേഴ്സ് എടുത്തു നോക്കിയിട്ട് പറയും, മോനെ ക്ലോഡിയോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതുകൊണ്ട് നിനക്കറിയാവുന്നതെല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞോ. തുറന്നു പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വഷളാവും. അവൻ ചോദിക്കും, ഞാൻ എന്ത് പറയാനാണ്, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ബോസ് പറയും, നിന്റെ കയ്യിലുള്ള മൈമോഗ്രാഫ് അതെവിടെയാണെന്ന് പറഞ്ഞാൽ മതി, അത് കിട്ടിയാൽ നിന്നെ പെട്ടെന്ന് തന്നെ വിടാനുള്ള പരിപാടിയെല്ലാം ഞങ്ങൾ നോക്കാം. സാർ, നിങ്ങൾ പോലീസാണോ അല്ലെ പട്ടാളക്കാരോ? നിങ്ങൾ ചോദിക്കുന്ന സാധനം എന്തായാലും എൻ്റെ കയ്യിലില്ല, അങ്ങനെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറ് പോലുമില്ല. നീ ഏത് പൊസിഷനാണ് കളിക്കുന്നതെന്ന് ബോസ് ചോദിക്കുമ്പോൾ ഞാൻ കീപ്പറാണെന്ന് അവൻ പറയും. എന്നാൽ പിന്നെ നിന്റെ നല്ല ഭാവിക്കാണ് ഞാൻ ചോദിക്കുന്നത്, നീ ആ മൈമോഗ്രാഫ് അതെവിടെയാണെന്ന് പറഞ്ഞാൽ മതി, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അപ്പോഴും അവൻ കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനമല്ല, അങ്ങനെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറ് പോലുമില്ല. അപ്പോഴേക്ക് ആ കട്ടിമീശ ആക്ഷൻ ഹീറോ ബിജുവും ആ കിളവനും കൂടെ അവനെ എടുത്തു പൊക്കിയിട്ട്, നീ ഒരു ഗോൾ കീപ്പർ അല്ലേ, എന്നാൽ പിന്നെ എൻ്റെ ഇടിയൊന്ന് തടഞ്ഞു കാണിച്ചതാണെന്നും പറഞ്ഞ് അവൻ്റെ വയറ്റിനിട്ടിടിക്കും. അവൻ കരഞ്ഞു പറയും, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം പോലുമില്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്. എന്നാൽ അവനെയും കാറിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകും. എവിടേക്കാ പോകുന്നതെന്ന് പോലും അവനോട് പറഞ്ഞിട്ടില്ല. ഏതോ ഒരു വഴിയിലൂടെയൊക്കെ പോയിട്ട് ഏതോ ഒരു കോമ്പൗണ്ടിലേക്ക് അവർ കയറും. അവിടെ വലിയൊരു പൊട്ടിപ്പൊളിഞ്ഞ ബംഗ്ലാവുണ്ട്. അതിലാണെങ്കിൽ പുല്ലെല്ലാം പിടിച്ച് നാശമായി കിടക്കുകയാണ്. അതിനകത്തേക്കാണ് അവനെ കയറ്റുക. അതാണ് തടങ്കൽ പാളയം. ഇനിയുള്ള ചോദ്യം ചെയ്യലെല്ലാം അതിനകത്ത് വെച്ചായിരിക്കും. അവനൊരു നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ അവർ വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരവൻ്റെ കയ്യും കാലും എല്ലാം കെട്ടിയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും, എനിക്ക് എൻ്റെ അമ്മയൊന്ന് കോൾ ചെയ്യണം.
അതിന് ബോസ് പറയും നിനക്ക് നിന്റെ അമ്മയെയോ അച്ഛനെയോ ഒക്കെ കോൾ ചെയ്യാം, പക്ഷേ ആ മൈമോഗ്രാഫ് എവിടെയാണ് അത് മാത്രം പറഞ്ഞാൽ മതി. അവൻ അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കരയും. എന്നാൽ അവൻ മാത്രമല്ല ആ ബിൽഡിങ്ങിലുള്ളത്, അവനെപ്പോലെ തന്നെ കുറേ പേര് അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഗറില്ലകൾ ഒരു സ്ഫോടനം നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ പട്ടാളക്കാർക്ക് അത് മനസ്സിലായി. അതിലൊരുത്തൻ അവർ പൊക്കി. അവനാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത്. അവനാണ് ഹീറോയുടെ വീട് കാണിച്ചു കൊടുത്തത്. ഗറില്ലകൾ ഈ സ്ഫോടനം നടത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരു നോട്ടീസ് ആക്കിയിട്ട് എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും അയച്ചു കൊടുത്തിരുന്നു. ആ നോട്ടീസ് എവിടെ നിന്നാണ് അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പിടിച്ച് അവൻ പറഞ്ഞത് ഹീറോയുടെ വീട്ടിൽ നിന്നായിരിക്കും. അതിന്റെ പേരിലാണ് ഇപ്പോൾ അവർ ഹീറോയെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഹീറോയെ ആ മുറികളിലേക്കൊന്നും കയറ്റില്ല, മറ്റൊരു മുറിയിലേക്കായിരിക്കും കയറ്റുക. അവിടെ തന്നെ അവനെപ്പോലെ വേറൊരുത്തനും കൂടെ കിടക്കുന്നുണ്ട്. ഹീറോ കരഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അവർ നിന്നെ ഉപദ്രവിച്ചല്ലേ, നീ നല്ലപോലെ കരഞ്ഞു. എന്നിട്ട് കുറച്ച് ഫുഡ് അവൻ്റെ അടുത്തേക്ക് നീക്കി വെച്ച് കൊടുക്കും. ഹീറോ പറയും അവർക്ക് തെളിവൊന്നുമില്ല, പിന്നെ എന്തിനാണ് അവരെന്നെ പിടിച്ച്. മറ്റവൻ പറയും ദൈവം നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യും, നമ്മളതെല്ലാം അതിജീവിച്ചേ പറ്റൂ. കുറച്ച് കഴിയുമ്പോൾ അവന് വെള്ളം കൊടുക്കാനായിട്ട് 2 പേര് വരും. അതിലൊരാളുടെ കയ്യിൽ വലിയൊരു തോക്കുണ്ട്. ആ തോക്കുള്ള ആൾ പറയും എന്തിനാ മോനെ ഇപ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള ഓരോ മെനകെട്ട പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി വന്നേ. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ അവനെ ചോദ്യം ചെയ്യായിരിക്കും. ബോസ് പറയും നിന്റെ റൂമിൽ വെച്ച് ഗറില്ലകളുടെ ഒരു ബാനർ ഞങ്ങൾക്ക് കിട്ടി. അവൻ പറയും അതെൻ്റെ അല്ല, ആരോ കൊണ്ടിട്ടാണ്, ആരോ എന്നെ ഒറ്റാൻ വേണ്ടി ചെയ്താണ്, അല്ലാതെ ഞാൻ ഗറില്ല ഒന്നും അല്ല. അതിന് ബോസ് എന്നാൽ പിന്നെ നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നൊരു ചോദ്യം ചെയ്യാന്ന് പറയും. പിന്നെ അവനെ വെള്ളത്തിൽ മുക്കിയിട്ടായിരിക്കും ചോദ്യം ചെയ്യുക. നീ എപ്പോഴാണ് ഗറില്ലകളുടെ കൂടെ കൂടി അക്രമങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി? അവൻ അപ്പോഴും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് കരയും. അതിന് ബോസ് പക്ഷെ നീ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും നിന്റെ ചങ്ങാതി അതങ്ങ് സമ്മതിച്ചു തരുന്നില്ലല്ലോ. അവൻ്റെ തൊട്ട് പിന്നീ തന്നെ അവൻ്റെ വീട് കാണിച്ചു കൊടുത്തവനും ഉണ്ടാവും. അവൻ പറയും ക്ലോഡിയോ നീ അങ്ങ് സമ്മതിച്ചേക്ക്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ പറ്റിയെല്ലാം പറഞ്ഞേക്ക്, നീ ഇനി കൂടുതൽ ഉരുളാണ്ട. അതിന് ഹീറോ പറയും ഏത് ചങ്ങാതി, എനിക്ക് എൻ്റെ ക്ലബ്ബിലുള്ളവരെ അല്ലാതെ വേറെ ആരെയും അറിയില്ല, വേറെ ആരും എനിക്ക് കൂട്ടുകാരായിട്ടുമില്ല. അങ്ങനെ പോലീസുകാർക്ക് പട്ടാളക്കാർക്ക് ഇപ്പോൾ കൺഫ്യൂഷനായി ആരാണ് നുണ പറയുന്നത്. അവർ പിന്നെ 2 പിടിച്ചു മുക്കും. അന്നേരം മറ്റവൻ പറയും അവൻ്റെ പേര് നാറ്റോ എന്നാണ്. നാറ്റോ പറയും നീ ക്ലാരയുടെ അനിയനല്ലേ, നിന്നെ ഞാൻ പലതവണ മീറ്റിങ്ങിന് വരാൻ വേണ്ടി കോൾ ചെയ്തിട്ടില്ലേ, നീ എന്താണ് സമ്മതിക്കാത്തത്, അതങ്ങ് സമ്മതിച്ചേക്ക്. ഹീറോ പറയും അവൻ നുണയാണ് പറയുന്നത്, എനിക്ക് സെൽഫോൺ ഇല്ല സാറേ, എനിക്ക് സെൽഫോൺ ഇല്ല. നാറ്റോ പറയും നീ ഇനി നുണ പറയാൻ ശ്രമിക്കേണ്ട, നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നീയും കൂടെ പറഞ്ഞേക്ക്. പോലീസുകാർക്ക് അപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. അവർ പിന്നെയും പിടിച്ച് മുക്കുമ്പോൾ കട്ടിമീശ ആവേശത്തിൽ ഹീറോയെ പിടിച്ച് മുക്കാൻ നോക്കും. അതിന് അവൻ ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കുമ്പോൾ അവൻ താഴെ വീഴും. കൂടെയുള്ളവരെല്ലാവരും ചിരിക്കും. അവൻ എഴുന്നേറ്റ് ഹീറോയെ അടിക്കാൻ നോക്കുമ്പോൾ ബാക്കിയുള്ളവർ പിടിച്ചു വെക്കുകയും ചെയ്യും. അന്നേരമാണ് ബേക്കിന്ന് ആ തോക്കുള്ള മനുഷ്യൻ വലിയൊരു കട്ടി ശബ്ദത്തിൽ പറയാം കളിയെല്ലാം നിർത്തി വെച്ചേക്ക്, ഇനി അവന്മാരെ കൊണ്ട് കുയില് പറയുന്ന പോലെ ഞാൻ പറയിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോയെ പുറത്തേക്ക് ഇറക്കും. 2 തല്ല് കൊടുക്കുമെന്ന് വിചാരിക്കും. എന്നാൽ അവനെ റൂമിൽ തന്നെ തിരിച്ചു കൊണ്ടിടും. അടിയും കൊണ്ട് പൊളിഞ്ഞ് ഹീറോ കിടക്കുമ്പോഴാണ് മറ്റവൻ പ്രാർത്ഥിക്കുന്നത്. നിന്റെ തൊള്ള എന്ന് പൂട്ട്, കുറെ നേരമായാലോ നീ പ്രാർത്ഥിക്കുന്നത്. അവന് അവൻ്റെ പണ്ടാരടങ്ങിയൊരു പ്രാർത്ഥനയെ. പെട്ടെന്നാണ് 2 പേര് അകത്തേക്ക് കയറി വന്ന് 2 പിടിച്ച് പുറത്തിടുക. ഹീറോ പേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ബോസും പറയും എല്ലാവരും പ്രാർത്ഥിക്കുക, ഉറക്കെ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് കേൾക്കണം. അങ്ങനെ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഹീറോയുടെ റൂമിലേക്ക് ആളുകൾ കയറി വന്ന് പ്രാർത്ഥിക്കുന്നവനോട് പറയും നീ ഷൂസ് എല്ലാം ഇട്ട് ഒരുങ്ങി മാറ്റിക്കോ, നിനക്ക് പോകാനുള്ള സമയമായി. അവനും സന്തോഷത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബോസ് പറയും നീ വീട്ടിൽ ചെന്നാൽ അവിടെ തന്നെ അടങ്ങി നിൽക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇടക്കിടക്ക് വന്ന് നീ അവിടെ ഉണ്ടോയെന്ന് നോക്കേണ്ടി വരുമോ? ഇല്ല, ഞാൻ ഒരു പരിപാടിക്കും പോയിട്ടില്ല, ഇനി ഒരു പരിപാടിക്കും പോവുകയില്ല, ഞാൻ അടങ്ങി നിന്നോളൂ, ഞാൻ നല്ലവനാന്ന് പറയും. കൂടെ തന്നെ ഹീറോയും പറയും ഞങ്ങൾ നല്ലവരാ, ഞങ്ങളൊന്നും ചെയ്യില്ല, എനിക്കും ഉണ്ട് ഒരു വെള്ള ഷൂസ്, ഞാനും പുറത്തേക്ക് പോവില്ല എന്ന് ചോദിക്കും. അതിന് ബോസ് വന്ന് പറയും നീ എങ്ങോട്ട് പോവുക, നീ എവിടെയും പോകുന്നില്ല, ഞങ്ങൾ നിന്റെ ഷൂസ് കണ്ടുപിടിച്ച് വരാം, അതുവരെ നീ ഇവിടെ തന്നെ കിടക്ക്. എന്നിട്ട് അവനെ തൊട്ട് അടുത്തുള്ള റൂമിലേക്ക് കയറ്റും. അവിടെ അവനെ പോലെ തന്നെ 3-4 പേരുണ്ട്. എല്ലാവരോടും ക്ലാസ്സുമായിട്ട് വരാൻ പറയുമ്പോൾ പട്ടാൾക്കാരെല്ലാവർക്കും വൈൻ ഒഴിച്ചു കൊടുക്കും. അതൊരു ക്രിസ്മസ് ദിനമാണ്, അതുകൊണ്ട് തന്നെ അവർ പാർട്ടിയാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഒരു ഗ്ലാസ് വൈന് കൊടുത്ത് അത് കുടിച്ചു കഴിയുമ്പോൾ പട്ടാളക്കാർ പാർട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. അങ്ങനെ കണ്ണിൻ്റെ കെട്ട് മാറ്റി നോക്കുന്ന ഹീറോ കാണുന്നത് നാറ്റോയെ ആയിരിക്കും. അവൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ അവൻ ഒറ്റ കൊടുത്തതെന്ന് ഹീറോക്ക് മനസ്സിലാവും. ഓടിച്ചെന്ന് അവനെ അടിക്കാൻ നോക്കുമ്പോഴേക്ക് ബാക്കിയുള്ള തടവുകാരും വന്ന് അവനെ പിടിക്കും. ഇപ്പോൾ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കല്ല, പട്ടാളക്കാർ വന്ന് എല്ലാവർക്കും അടികൊള്ളും, നമുക്ക് പറഞ്ഞു തീർക്കല്ല. ഹീറോ താഴെ കിടക്കുന്ന അവനോട് ചോദിക്കും നീ എന്തിനാണ് ഈ മൈമോഗ്രാഫിൻ്റെ കഥ പടച്ചു വിട്ട്? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എൻ്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് രക്ഷപ്പെടാനായിട്ട് സമയം വേണ്ടിയിരുന്നു. പോരാത്തതിന് ഇവരെന്നെ ഉപദ്രവിച്ച് പറ്റാവുന്ന രീതിയിൽ എല്ലാം ഉപദ്രവിച്ചു. എനിക്ക് അന്നേരം നിന്റെ പേര് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഹീറോ ചോദിക്കും എന്നെപ്പോലുള്ള നിരപരാധികളെ ചതിച്ചോണ്ട് വേണോ നിനക്കൊക്കെ വിപ്ലവം നടത്താൻ? വേറൊരു വഴിയും കിട്ടിയില്ലേ? നാറ്റോ പറയും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നീ നിരപരാധിയാണെന്ന്. അപ്പോൾ തന്നെ അവരെ നിന്നെ വെറുതെ വിടും. അതിന് ഹീറോ അവരെന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, അവരാരെയും വെറുതെ വിടാൻ പോകുന്നില്ല, ഇതിലും ഭേദം നിനക്കെന്നെ കൊല്ലുന്നായിരുന്നു. അങ്ങനെ ഇപ്പം 45 ദിവസം കഴിഞ്ഞു. പട്ടാളക്കാർ അവിടെയുള്ള ജോലികളെല്ലാം അവർക്കെല്ലാവർക്കും തിരിച്ചു കൊടുക്കും.
പോരാത്തതിന് 2 നേരം ഭക്ഷണം കൊടുക്കും. എല്ലാവരും ബൾബ് മാറ്റിയും നിലം തുടച്ചും ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ എല്ലാം സമയം തള്ളി നീക്കും. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ 61-ാം ദിവസം എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഹീറോ ചോദിക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പൂണോ കരണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? അതിനവരൊന്നും സംസാരിക്കാതെ ഡോറും അടച്ച് അവിടെ നിന്ന് പോകും. ബാക്കിയുള്ളവർ ഹീറോയോട് പറയും, നിനക്ക് ഞങ്ങളെ കൊലക്ക് കൊടുക്കണോ? അവരെന്താ തന്നതെന്ന് വെച്ച് അതും കഴിച്ച് ഇവിടെ കൂടുക, അത് മാത്രം മതി. പെട്ടെന്നാണ് ഡോറും തുറന്ന് അവരുടെ എല്ലാവരുടെ അടുത്തേക്ക് അവർ സ്പൂണിട്ട് കൊടുക്കുക. ഹീറോ ഓടിച്ചെന്ന് അതെടുത്ത് ഭക്ഷണം എടുത്ത് കഴിക്കും. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. എല്ലാവരും ഇല്ല, കൂടെ തന്നെ ഒരു മെലിഞ്ഞവനുണ്ട്. അവൻ ഇവിടെ കയറിയതിന് ശേഷം മെലിഞ്ഞു പോയതാണ്. അവനാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കട്ടിലിൽ കിടന്ന് കരയായിരിക്കും. അപ്പോഴാണ് അവർ ഒച്ചപ്പാടും ബഹളവും കേൾക്കുക. എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ അവർ ഡോറും തുറന്ന് പുതിയൊരുത്തനെ കൂടെ ആ റൂമിലേക്ക് തള്ളിക്കയറ്റും. അവൻ കാണാൻ കുറച്ച് ചുള്ളനാണ്. അവൻ ആ കട്ടിലിൽ വന്നിരിക്കുമ്പോൾ തന്നെ നാറ്റോ കണ്ണിലെ കെട്ട് മാറ്റിയിട്ട് പറയും, ജോർജ് നീയും കെട്ട് മാറ്റിക്കോ. അങ്ങനെ അവൻ ആ കെട്ട് മാറ്റുമ്പോൾ മുന്നിൽ തന്നെ നാറ്റോ ആയിരിക്കും ഉണ്ടാവുക. അവൻ നാറ്റോയോട് പറയും, നീ വെറും ഒരു അഴുക്കപ്പായാണ്, നിന്നെക്കൊണ്ടൊരു ഉപകാരമില്ല. അപ്പോൾ തന്നെ ഒരുത്തൻ ഡോറും തുറന്നു വന്ന് ഹീറോയോട് പറയും, ആ പുതിയ വന്നവനെ മൂത്രം ഒഴിപ്പിക്കാനായിട്ടൊന്ന് കൊണ്ടോ. അങ്ങനെ ഹീറോ അവനെയും കൊണ്ട് ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് ചെല്ലും. അവിടുന്ന് ഹീറോ ചോദിക്കും, നിനക്ക് നാറ്റോയെ അറിയോ? അതിനവൻ പറയും, എനിക്ക് നാറ്റോയെ അറിയാം. അവനിപ്പോൾ പേടിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും തുറന്നു പറയില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, അവനെനിക്ക് കുറച്ച് നോട്ടീസ് അച്ചടിക്കാനായിട്ട് തന്നിരുന്നു, ഞാനത് അച്ചടിച്ച് കൊടുത്തു, ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ പെട്ട് കിടക്കുന്നത്. ഹീറോ പറയും, അപ്പം നീയാണല്ലേ ആ മൈമോഗ്രാഫുകാരൻ, നിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്. നീ വന്ന സ്ഥിതിക്ക് എന്തായാലും എനിക്കിപ്പോൾ ഇറങ്ങി പോകാലോ. ചുള്ളൻ പറയും, നീ ഒരു നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് അവർ നിന്നെ വെറുതെ വിടുകയാണെങ്കിൽ വിടും, പക്ഷേ അവരായിട്ട് നിന്നോടൊന്നും ചോദിക്കില്ല. നീ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ആരുടെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു കൊടുത്തേക്ക്. ഹീറോ പറയും, എനിക്ക് ആരെയും അറിയില്ല, എനിക്ക് ആരുടെ പേരും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, അഡ്രസ്സ് പോലും അറിയില്ല. അതിനവൻ ചോദിക്കും, നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ സ്കൂളിൽ പഠിച്ചപ്പോൾ? ഇല്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. എന്നാൽ കൺമുന്നിൽ കാണുന്ന ആരുടെയും പേര് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് തന്നെ തിരിച്ചടക്കും. അങ്ങനെ 72-ാമത്തെ ദിവസം ബോസ് റൂമിലേക്ക് കയറി വന്ന് നാറ്റോയോട് പറയും, നാറ്റോ, നിനക്ക് ജയിലിലേക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ പരിഹാരം കണ്ട ആകെ ഒരൊറ്റ കേസ് ഇത് മാത്രമാണ്. ബാക്കിയുള്ളവർ പേടിക്കണ്ട, എല്ലാവരുടെ കാര്യത്തിലും ഞങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി തരാം. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ കിടന്ന് കരയുന്നവൻ വാസ്കോ എന്നാണ് അവൻ്റെ പേര്. അവൻ പറയും, അവരാരും നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ല, അവരെന്തെങ്കിലും കേസ് കെട്ടിച്ചമച്ച് നമ്മളെയും ജയിലിലേക്ക് വിടും. കുറച്ച് വിഷം കിട്ടിയിരുന്നെങ്കിൽ കുടിച്ച് മരിക്കായിരുന്നു എന്നും പറഞ്ഞ് അവൻ കരയുന്ന സമയത്ത് കൂടെയുള്ള ഒരുത്തൻ ഓടി വന്ന് അവനെ സമാധാനിപ്പിക്കും. അവൻ്റെ പേര് ഗില്ലി എന്നാണ്. ഗില്ലി എങ്ങനെയൊക്കെയോ കരയുന്ന വാസ്കോയെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ തിരിച്ചു വന്നിരിക്കുമ്പോൾ ഹീറോക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഗില്ലിയെ ഇതിലേക്ക് വലിച്ചഴച്ചത് വാസ്കോയാണ്. ഹീറോ ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് നീ അവനെ സേഫാക്കുന്നു? ഗില്ലി പറയും, അവൻ അവരെ ഉപദ്രവിച്ചു, അവന് വേറെ വഴിയൊന്നുമില്ലായിരുന്നു, അവൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഹീറോ വിചാരിക്കുക ഗില്ലിയും വാസ്കോയും പിന്നെ ആ റൂമിലുള്ള ഒരുത്തൻ, അവസാനമായിട്ടുള്ള ഒരുത്തൻ, അവൻ്റെ പേര് കാർലോസ് എന്നാണ്, അവരെല്ലാവരും നിരപരാധികളാണെന്നായിരുന്നു. പക്ഷെ അവരാരും നിരപരാധികളല്ല, എല്ലാവരും ഗറില്ലകളാണ്. അങ്ങനെ 118-ാം ദിവസം ജോർജിന് ആ ചുള്ളന് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. കൂടെ തന്നെ അവർ ഗില്ലിയെയും പുറത്തേക്ക് ഇറക്കും. ഗില്ലി ചുള്ളനോട് ചോദിക്കും, ഞാനൊരു നമ്പർ പറഞ്ഞുതരാം, നീ അവിടെ എത്തിയിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് കോൾ ചെയ്യണം. അതിനവൻ പറയും, തൊള്ള കൂട്ട്, ഞാൻ ഗറില്ലകളെ സഹായിക്കാറില്ല. അങ്ങനെ ജോർജിനെ വണ്ടിയെ കയറ്റിയിട്ട് അവരവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്ക് തന്നെയാണോ ഇനിയിപ്പോൾ കൊല്ലാനായിട്ട് കൊണ്ടുപോകുകയാണോ എന്ന് അറിഞ്ഞൂടാ. ഗില്ലിയെ അവർ മറ്റൊരു കാറിൽ കയറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവരും അവനോട് പറഞ്ഞിട്ടില്ല. കാറിൽ അവനെ കൊത്തി താഴ്ത്തി വെച്ചിട്ടായിരിക്കും അവർ കൊണ്ടുപോകുക. അവിടെ ഒരു ജഡ്ജി അവനായിട്ട് കാത്തു നിൽപ്പുണ്ട്. അവനവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ ജഡ്ജി പറയും, ഞാനാണ് നീ ചാവണോ ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്ന ആള്. അതുകൊണ്ട് നിന്റെ തലയിൽ എന്തൊക്കെയാണ് നീ മറച്ചു വെച്ച് അതെല്ലാം ഇവിടെ വെച്ച് നിരത്തിക്കുക. അന്ന് നീ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഗില്ലി പറയും, ഞാൻ അന്ന് നിങ്ങൾ പിടിച്ചപ്പോൾ നിങ്ങളുടെ അടിയിൽ എൻ്റെ തലയൊക്കെ കുഴഞ്ഞു മറിഞ്ഞു പോയി. ആ പറയാതെ ഞാൻ ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു പോയതാണ്, അല്ലാതെ എനിക്കിതിനെ പറ്റി ധാരണയൊന്നുമില്ല. അവരിരുത്തി നോക്കുമ്പോൾ അവൻ പിന്നെ പറയും, എനിക്കൊന്നും അറിയില്ല, അന്ന് എൻ്റെ തലയാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു. ജഡ്ജി പറയും, ഞാൻ നിനക്ക് 3 ദിവസം സമയം തരാം. അതിനുള്ളിൽ നിന്റെ തലയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞങ്ങളോട് തുറന്നു പറയാൻ റെഡി ആയിക്കോ, അല്ലെങ്കിൽ നിന്റെ തല വെട്ടിപ്പൊളിച്ച് ഞങ്ങളത് സെർച്ച് ചെയ്യും. അവിടെ നിന്ന് അവന് നല്ല ചുട്ട അടിയും കൊടുത്ത് അവനെ തിരിച്ച് റൂമിൽ തന്നെ അവരെ കൊണ്ടിടും. തൊട്ടടുത്തുനിന്ന് ഹീറോയുടെ മുടി തോക്കൻ വെട്ടി കൊടുക്കുന്നുണ്ടാവും. ആ തോക്കൻ്റെ പേര് ലൂക്കാസ് എന്നാണ്. എന്നാൽ ആ പേര് ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും, ഇത്രയും പേരുകളുള്ളതല്ലേ. തോക്കൻ മുടി വെട്ടി കൊടുക്കും, കൂടെ തന്നെ ഹീറോക്ക് ഉപദേശവും കൊടുക്കും. ഇപ്രായത്തിൽ ഇമാതിരി പരിപാടിക്ക് ഇറങ്ങിയാൽ പിന്നെ ഇതായിരിക്കും ജീവിതം, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവും, പിന്നെ പുറത്തിറങ്ങിയാലും നല്ലപോലെ ജീവിക്കാൻ പറ്റില്ല. മുടിവെട്ട് കഴിഞ്ഞ് അവരെല്ലാവരെയും കൂടെ മേലെയുള്ള നിലയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് ഡ്രസ്സെല്ലാം ഊരി മാറ്റി അവരൊരു മുറിയിൽ കയറ്റി കട്ടിലിൽ കെട്ടിവെക്കും. തോക്കൻ്റെ ഒരു കണ്ണാടി എടുത്ത് എല്ലാവരുടെയും മോന്ത തീ കാണിച്ചു കൊടുക്കും. ഇതെല്ലാമാണ് നീ, മറന്നു പോണ്ട,
എന്നിട്ട് അണുനാശിനി എടുത്ത് ഗില്ലിയുടെ മേലെ ഒഴിച്ച് കട്ടിലേക്ക് കയറി നിന്ന് മോപ്പ് വെച്ചത് തുടച്ചു കൊടുക്കും. അവനിപ്പോൾ കുളിപ്പിക്കുകയാണ്. എന്നാൽ ആ കുളിപ്പിക്കലിൻ്റെ ഇടയിൽ ആ കട്ടിലിൻ്റെ ഒരു ബോൾട്ട് ഊരി താഴെ വീഴും. അതാണെങ്കിൽ ഹീറോ കാണും. അവൻ 2-3 തവണ സാറിന് അത് കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള പട്ടാളക്കാർ അവനോട് വായ തുറക്കരുതെന്ന് പറഞ്ഞ് ഞെട്ടിക്കും. അവർ പോയി കഴിയുമ്പോൾ രാത്രി ഗില്ലി പറയും, എനിക്കിനി 3 ദിവസം കൂടിയാണുള്ളത്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഹീറോ പറയും, നീ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാനും നിൻ്റെ കൂടെ ഉണ്ടാവും. പിറ്റേന്നും അവരെങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതിനെ കുറിച്ചായിരിക്കും പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അന്നേരം ഹീറോ പറയും, നാറ്റോ ഇപ്പം മരിച്ചിട്ടുണ്ടാവും, അവനെ പോലെ തന്നെ നമ്മളെല്ലാവരും മരിക്കാൻ പോവുകയാണ്. അത് കേൾക്കുമ്പോൾ ആ റൂമിൽ അവസാനമായിട്ട് ഒരുത്തുണ്ടായിരുന്ന ആ കാർലോസ് ഇല്ലായിരുന്നോ, അവനും പേടിച്ച് പറയും, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോഴേക്ക് പട്ടാളക്കാർ വന്ന് അവരുടെ ഡ്രസ്സെല്ലാം അടിയിച്ച് ജോലിക്കായിട്ട് കൊണ്ടുപോകും. ഹീറോയെ അടുക്കളയിലേക്ക് പാചകം ചെയ്യാനായിരിക്കും കൊണ്ടുപോവുക. അന്നേരം തോക്കനും കൂടെ ഒരു പട്ടാളക്കാരനും കൂടെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ടി വിയിൽ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാവും. കാർലോസും തൊട്ടടുത്ത് തന്നെ അടുക്കളയിൽ തുടച്ചുകൊണ്ടിരിപ്പാണ്. തോക്കൻ ഭക്ഷണം കഴിച്ച് ബാക്കി വരുമ്പോൾ കാർലോസിനോട് കഴിക്കുന്നോ എന്ന് ചോദിക്കും. അവനപ്പം തന്നെ അവിടെ ഇരുന്ന് കഴിക്കും. അങ്ങനെ അവർ ടി വി കണ്ട് ഫുട്ബോൾ കണ്ട് അതിൽ ലയിച്ചിരിക്കുമ്പോൾ ഹീറോ പേനെടുത്ത് അവന്മാരുടെ തലക്കിട്ട് അടിക്കാൻ വിചാരിക്കും. എന്നാലും പേടിയാണ്. അടിക്കണോ അടിക്കണ്ടേ, ഫുള്ള് കൺഫ്യൂഷനാണ്. അതാണെങ്കിൽ കാർലോസ് കാണും. അവനും പറയും, അടിക്കല്ലേ, ഇപ്പോൾ ഒന്ന് പടിയുണ്ടാക്കല്ലേ എന്ന് അവൻ കണ്ണോട് കാണിക്കും. എന്നാലും ഹീറോ അടിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. പെട്ടെന്നാണ് അർജന്റീന ഗോളടിക്കുക. പട്ടാളക്കാർ എഴുന്നേറ്റ് അർജന്റീന അർജന്റീന എന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കും. ആദ്യം ഹീറോ അത് കണ്ട് പേടിച്ചു പോയെങ്കിലും ഇപ്പം അവനും അവരുടെ കൂടെ തന്നെ ആർത്ത് വിളിക്കും. അന്ന് രാത്രിയും അവർ കിടക്കുന്ന സമയത്ത് ഇവിടുന്ന് എങ്ങനെ ചാടും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അന്നേരം ഗില്ലി അവൻ്റെ കയ്യിലെ കഫ് സുഖമായിട്ട് ഊരിയിട്ട് അവൻ്റെ കയ്യിലുള്ള ബോൾട്ട് കാണിച്ചു കൊടുക്കും. ഇന്നലെ കട്ടിലിൽ നിന്ന് വീണുപോയ ബോൾട്ട് അവൻ എടുത്തു വെച്ചിരുന്നു. അത് വെച്ച് ആ ജനൽ തുറന്ന് രക്ഷപ്പെടാനാണ് അവൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് ആരോ വാതിൽ തുറക്കുന്നത്. അവൻ ഓടിച്ചെന്ന് കയ്യിലെ കഫ് തിരികെ ഇട്ട് അവിടെ തന്നെ കിടക്കും. വരുന്ന ബോസായിരിക്കും. ബോസ് എല്ലാവരും എഴുന്നേറ്റ് നിർത്തി ചോദിക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടല്ലേ? എല്ലാവരും ഇല്ലയെന്ന് പറയും. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ, ഞങ്ങൾ വെടിവെച്ച് കൊന്നോളാം. ചാവാൻ നേരത്ത് നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊന്നും ബാക്കി പാടില്ല, അതുകൊണ്ട് എല്ലാവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് ചോദിച്ച് ആദ്യം കാർലോസിനോട് ചോദിക്കും. അവൻ പറയും, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അവരെ ഒന്ന് കോൾ ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. ബോസ് ഗില്ലിയോട് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കാണണം, അവസാനമായിട്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണാനുള്ള ഒരു ചാൻസ് എനിക്ക് തരണം. എന്നാൽ ആ ചോദിച്ചത് ബോസിന് അത്രക്കങ്ങ് പിടിച്ചില്ല. മേലോട്ട് പടപടാതെ ഷൂട്ട് ചെയ്യും. അങ്ങേരാണെങ്കിൽ വെള്ളടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ തോക്കൻ ഓടി വന്ന് ബോസിനോട് ചോദിക്കും, നിങ്ങൾ എന്നോട് പറയാതെ ഇവരെ കൊല്ലാനായിട്ട് പോവാണോ? ഇവരെ കൊണ്ട് എനിക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. അതിന് ബോസ്, അപ്പം നിനക്ക് സഹതാപവും വന്നു തുടങ്ങിയോ? നീ നിന്റെ പണി നോക്കിയാൽ മതി, ഞാൻ എൻ്റെ പണി നോക്കിക്കോളാം. എന്നിട്ട് ഗില്ലിയുടെ അടുത്ത് വന്ന്, നിനക്ക് ആയുസ് ഇനി ഒരൊറ്റ ദിവസം കൂടിയേ ഉള്ളൂ എന്നും പറഞ്ഞ് പുറത്തിറങ്ങും. നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെ മാന്യമായിട്ട് പെരുമാറിയാലും നിങ്ങൾ എനിക്ക് ഇതൊക്കെയാണല്ലോ തിരിച്ചു തരുന്നതെന്ന് പറഞ്ഞ് തോക്കനും അവിടെ നിന്ന് ഇറങ്ങും. വീണ്ടും വന്ന് കിടക്കുമ്പോൾ ഗില്ലി പറയും, ഇന്ന് രാത്രി എന്നെ എന്തായാലും രക്ഷപ്പെടണം, നാളെയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. ഇന്നാണെങ്കിൽ ബോസും ലൂക്കാസും കൂടെ എങ്ങോട്ടാ പോയിരിക്കുകയാണ്. ലൂക്കാസ് എന്ന് വെച്ചാൽ തോക്കനെയാണ് പറയുന്നത്. അവർ രണ്ടുപേരും എങ്ങോട്ടാ പോയിരിക്കുകയാണ്. നാളെ രാവിലെ ആയിരിക്കും തിരിച്ചു വരിക. എന്നാൽ അതുവരെ ഇവിടെ കാവൽക്കാർ മാത്രമായിരിക്കും ഉണ്ടാവുക. അവർക്കാണെങ്കിൽ ഈ റൂം തുറക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ടൈം ഇന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ രക്ഷപ്പെടാൻ പോകുന്നു. എന്നിട്ട് അവൻ കയ്യിലെ കഫ് ഊരിയിട്ട് ഹീറോക്ക് ഒരു ചിരി വാസായി കൊടുക്കും. എന്നിട്ട് അവൻ ഇറങ്ങി എല്ലാവരുടെ കയ്യിലെയും കെട്ട് ഊരി കൊടുക്കും. കയ്യിൽ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, കൂടെ തന്നെ കഫ് വെച്ചിരിക്കുന്നുണ്ട്. ആ കെട്ട് മാത്രമാണ് ഗില്ലിക്ക് ഊരി കൊടുക്കാൻ പറ്റുക. കയ്യിലെ കഫ് അതുപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ വാസ്കോൻ്റെ കെട്ടൂരാൻ നേരത്ത് അവൻ പറയും, ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്, അവരെന്നെ പിടിച്ചാൽ കൊന്നുകളയും. ഗില്ലി അവനെ സമാധാനിപ്പിച്ച് അവസാനം കാർലോസിൻ്റെ കെട്ട് ഊരി കൊടുത്ത് എല്ലാവരും കട്ടിലിൽ നിന്ന് പുറത്തിറങ്ങും. പുതപ്പുകളെല്ലാം കൂടെ കൂട്ടി കെട്ടിയിട്ട് ഒരു വലിയ കയറ് പോലെ അവരുണ്ടാക്കിയെടുക്കും. ഇനി അത് പുറത്തേക്കിട്ടാണ് അവരിറങ്ങാൻ പോകുന്നത്. ഗില്ലി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോൾട്ട് വെച്ചിട്ട് ആ ജനൽ എങ്ങനെയൊക്കെയോ കുത്തി പിടിച്ച് തിരിച്ചു തുറക്കും. എന്നാൽ അതിനപ്പുറം തന്നെ മറ്റൊരു ജനൽ കൂടിയുണ്ട്. എന്നാൽ അത് കെട്ടി വെച്ചിരിക്കുകയാണ്. അവൻ അതിൻ്റെ കെട്ടും തുറന്ന് ആ ജനൽ തുറക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ ആയിരിക്കും. അവരും സ്വാതന്ത്ര്യവും തമ്മിലുള്ള അകലം ആ ജനൽ മാത്രമാണ് ഇനി. എന്നാലും അവർക്ക് പേടിയാണ്. പുറത്തിറങ്ങണോ വേണ്ടേ അതോ പിടിക്കപ്പെടുവോ? രണ്ടും കൽപ്പിച്ച് അവരാ കയറ് താഴേക്കിടും. അന്നേരം കരയുന്ന വാസ്കോക്ക് ഒരു പ്രത്യേക ധൈര്യം വരും. അവൻ ഓടിച്ചെന്ന് ആദ്യം തന്നെ ആ കയറ് പിടിച്ച് അവൻ താഴേക്ക് ഇറങ്ങും. പിന്നാലെ തന്നെ ഹീറോയും ചെല്ലും. റൂഫിലാണെങ്കിലും മഴയായതുകൊണ്ട് തന്നെ നല്ല വഴുക്കലായിരിക്കും, ശ്രദ്ധിച്ച് വേണം പോകാൻ. എന്നാൽ അപ്പോഴായിരിക്കും പിന്നാലെ തന്നെ കാർലോസും ഇറങ്ങുക. അവർ 3 പേരും ഒരുമിച്ച് താഴേക്ക് എങ്ങനെയൊക്കെയോ വലിഞ്ഞിറങ്ങും. 3 പേരും താഴെ എത്തിക്കഴിയുമ്പോൾ ഗില്ലിയെ കാണുന്നില്ല. അവനാണെ വരുന്നില്ല. അവർ മേലേക്ക് നോക്കിയിട്ട് അവൻ്റെ പൊടി പോലും കാണുന്നില്ല. അന്നേരം ഗില്ലി അവരുടെ റൂമിൽ നന്ദി ലൂക്കാസ് എന്ന് എഴുതി വെക്കുകയായിരിക്കും. അത് ആ തോക്കുകാരനുള്ളതാണ്. അവനാണ് ഇവരോട് കുറച്ചെങ്കിലും മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ വരച്ചു കഴിഞ്ഞ് ഗില്ലിയും കയറ് വഴി പിടിച്ച് അവരുടെ കൂടെ തന്നെ താഴേക്ക് ഇറങ്ങും. ഇപ്പോൾ അവർ 4 പേരും താഴെ എത്തിയിട്ടുണ്ട്. അവർ വരാന്തയിലൂടെ കുനിഞ്ഞ് നടന്ന് അവർ മഴയത്തേക്ക് ഇറങ്ങും.
ഓടിച്ചെന്ന് ഒരു മതിലിന് താഴേക്ക് ചാടുമ്പോഴാണ് അവിടേക്കൊരു വെളിച്ചം വരുന്നത്. അത് കാറിൽ ആരോ വരുന്നതാണ്. അപ്പോഴാണ് അവർ കാണുക ബോസും തോക്കനും കൂടിയാണ് വന്നിട്ടുള്ളത്. അവർ പുതിയ ആളുകളായിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും. ഇവരാണെങ്കിൽ പേടിച്ച് നിൽക്കുകയായിരിക്കും. ആ കാറിന്റെ വെളിച്ചം ഒന്നും ഇങ്ങോട്ടായാൽ ഇവരെ സുഖമായിട്ട് കാണാൻ പറ്റും. എന്നാൽ അവർ പുതിയ വന്നവരെയായിട്ട് ആ ബംഗ്ലാവിലേക്ക് കയറും. നമ്മുടെ ടീം അന്നേരം ഓടിച്ചെന്ന് ആ കോമ്പൗണ്ടിലൂടെ ഓടിച്ചെന്ന് ആ ബംഗ്ലാവിന്റെ അതിർത്തിയിലുള്ള മതിൽ ചാടും. അപ്പോൾ തന്നെ അവരുടെ മുന്നിൽ കൂടെ ഒരു ബസ് പോകുന്നുണ്ടാവും. അവർ ആ ബസ്സിന്റെ പിന്നാലെ ഓടിച്ചെല്ലും. നിർത്തണേ നിർത്തണേ എന്ന് വിളിച്ചു പറയും. എന്നാൽ ആ ബസ് നിർത്തില്ല. ബസ് പോയി കഴിയുമ്പോഴാണ് അവരുടെ തൊട്ടടുത്ത് ഒരാൾ കാറിൽ നിന്ന് വന്നിറങ്ങുന്നത്. അയാൾ ഇവരെ കാണുമ്പോൾ തന്നെ പേടിച്ചു പോകും. രാത്രി വസ്ത്രമൊന്നുമില്ലാതെ 4 പേര് റോട്ടിൽ വന്നിറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ആരായാലും പേടിച്ചു പോയില്ലേ. ഇവരും അയാളോട് സഹായം ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അയാൾ ഒരൊറ്റ ഓട്ടായിരിക്കും അവിടുന്ന്. ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ തന്നെ എത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റും? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. എന്നാൽ അപ്പോഴേക്ക് അവരെ ബിൽഡിങ്ങിൽ നിന്ന് ചാടിയത് മനസ്സിലാക്കിയിട്ട് കുറേ വണ്ടികൾ അവരെയും തിരഞ്ഞിറങ്ങിയിട്ടുണ്ടാവും. ഒരു വണ്ടിയിൽ വലിയ ലൈറ്റും വെച്ച് അതങ്ങനെ വരുന്നുണ്ട്. അവരപ്പോഴേക്ക് ഓടിച്ചെന്ന് ഒരു മതിലിന് പിന്നിൽ ഒളിച്ചു നിൽക്കും. ആ വണ്ടിയാണെങ്കിൽ അവർ നിൽക്കുന്ന പറമ്പിലേക്ക് ലൈറ്റ് അടിച്ചു നോക്കും. എന്നാൽ അവരെ ആരെയും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ അതാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നുമില്ല. പണ്ടാരോ ഇനിയിപ്പോൾ അത് സ്റ്റാർട്ടായില്ലെങ്കിൽ വേറെ ആളുകൾ അവിടെ എത്തും. ഇവർക്ക് പിന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും പറ്റില്ല. എന്നാൽ ഭാഗ്യത്തിന് വണ്ടി എപ്പം തന്നെ സ്റ്റാർട്ടായിട്ട് അവിടെ നിന്ന് പോകും. അവരവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു വീട്ടിൽ ഉണക്കാൻ വെച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം എടുത്തിടും. അവിടെയുള്ള ട്രൗസറും അണ്ടർവെയർസും ഒക്കെ മാത്രമായിരിക്കും ഉണ്ടാവുക. അവരതും എടുത്തിട്ട് അവിടെ നിന്ന് റോട്ടിലേക്ക് ഓടും. റോഡിലേക്ക് എത്തിയാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് അവരെയും തിരയുന്ന വണ്ടി അവിടേക്ക് വരുന്നത്. ഹീറോയും വാസ്കോയും കൂടെ തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ മുറ്റത്തേക്ക് ഓടും. ഗില്ലിയും കാർലോസും തൊട്ടടുത്തുള്ള ഒരു ആശാരി കടയിലേക്കും കയറും. അങ്ങനെ അവരെ തിരഞ്ഞു വന്ന വണ്ടി അവിടെ നിന്നും പാസ് ചെയ്ത് പോകുമ്പോൾ കരയുന്ന വാസ്കോ ആണെങ്കിൽ അപ്പോഴും കരയായിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, അവരെന്തായാലും എന്നെ പിടിച്ച് കൊന്നുകളയും. ഹീറോ അവന്റെ വായ പൊത്തി പിടിച്ച് മെല്ലെ സംസാരിക്കും, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. ഇവിടെ ഗില്ലി ആശാരി കടയിലെ മേട്ടിയും ഉളിയും എടുത്തിട്ട് കാർലോസിന്റെ കയ്യിലെ ലോക്ക് പൊട്ടിച്ചു കൊടുക്കും. പൊട്ടിച്ചു കഴിയുമ്പോൾ എന്നാ പിന്നെ ഞാൻ പോവാണ്, ഞാൻ എൻ്റെ വഴിക്ക് പോവാന്ന് പറയും. അതിന് കാർലോസ്, നീ എങ്ങോട്ടാ പോകുന്നത്? നീ എങ്ങോട്ടും പോകുന്നില്ല, അവർ രണ്ടുപേരും വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ഗില്ലി അന്നേരം അവനെ ഒന്ന് കെട്ടിപ്പിടിക്കും. അന്നേരം കാർലോസ് പറയും, എന്നാൽ ഓക്കെ, എൻ്റെ നമ്പർ നിനക്ക് ഓർമ്മയില്ലേ? നീ എവിടെയെങ്കിലും എത്തിയാൽ അവിടെ നിന്ന് എൻ്റെ വീട്ടുകാരൊന്ന് വിളിച്ചു പറയണം. ഗില്ലി അതിനും സമ്മതം നൽകി ആ ആശാരി കടയിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് ചെല്ലും. അവിടെയുള്ള ഡോറ് മുട്ടുമ്പോൾ അവർ ജനലായിരിക്കും തുറക്കുക. ചേച്ചി, ഞാനും എൻ്റെ കാമുകിയും നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അന്നേരം കുറച്ച് കൊള്ളക്കാർ വന്ന് എന്നെ അടിച്ചിട്ട് എൻ്റെ കാശെല്ലാം എടുത്തോണ്ട് പോയി. എനിക്കിടാനൊരു വസ്ത്രവും കുറച്ച് കാശും തരുമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അപ്പം തന്നെ ഡോർ അടയ്ക്കും, ജനലടയ്ക്കും. കുറച്ച് കഴിഞ്ഞ് ജനൽ തുറന്ന് അവനൊരു പാൻറ്റും ഇടാനായിട്ട് ഒരു ടീഷർട്ടും കുറച്ച് കാശും കയ്യിൽ വെച്ച് കൊടുക്കും. അവൻ അപ്പം തന്നെ ആ പാൻറ്റും എടുത്തിട്ട് ടീഷർട്ടും ഇട്ട് അവിടെ നിന്ന് ഇറങ്ങും. എന്നാൽ അത് ഇവിടെ നിന്ന് ഹീറോയും വാസ്കോയും കാണുന്നുണ്ട്. വാസ്കോ അപ്പം തന്നെ എനിക്ക് രക്ഷപ്പെടണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടി ആ ആശാരി കടയിലേക്ക് കയറും. ഹീറോയും പിന്നാലെ തന്നെ അങ്ങോട്ട് ഓടും. ഹീറോ ഓടുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഓടി ചെന്ന് അവനും കയറും ആ ആശാരി കടയിൽ. കാർലോസ് പറയും, ഗില്ലി നമ്മളെ രക്ഷിക്കാനായിട്ടാണ് പോയത്. അവൻ പോയി ഏതെങ്കിലും ടെലിഫോൺ ബൂത്തിൽ നിന്ന് എൻ്റെ വീട്ടുകാരെ വിളിച്ചു പറയും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, നേരം വെളുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും. അത് കഴിഞ്ഞ് കാർലോസ് അവിടെയുള്ള ഉളിയും വേട്ടിയും വെച്ചിട്ട് ഹീറോയുടെ കയ്യിലെ കഫും പൊട്ടിച്ചു കൊടുക്കും. അവിടെ തന്നെയുള്ള ജോലി എടുക്കുന്ന ആളുകൾ ഇടുന്ന ഡ്രസ്സും അവരെടുത്തിടും. നേരം വെളുക്കാനാകുമ്പോൾ ഗില്ലി 2 ടാക്സിക്കാരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അവരാണെങ്കിൽ അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക നോട്ടായിരിക്കും. അവൻ പറയും, ഇന്നലെ രാത്രി ഞാൻ കൊള്ളയടിക്കപ്പെട്ടു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ അധികം കാശൊന്നുമില്ല. ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എനിക്ക് ഇറക്കി തരാണെങ്കിൽ അതിനുള്ള കാശ് മാത്രം എൻ്റെ കയ്യിലുണ്ട്. അന്നേരം അയാളും ഓക്കെ പറയും, വണ്ടി കയറിക്കൊള്ളാൻ പറയും. അങ്ങനെ അവർ പോകുന്ന നേരത്ത് ഡ്രൈവർ പറയും, രാത്രി ഇറങ്ങുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നിന്റെ ഈ പ്രായത്തിലുള്ളവർ ശ്രദ്ധിക്കണം. അതിനെല്ലാം പിന്നിലിരുന്ന് അവൻ തലയാട്ടുന്നുണ്ട്. അയാൾ പിന്നെയും ചോദിക്കും, നിങ്ങളൊരു മെക്കാനിക്കാണോ? അവൻ അല്ലാന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, പിന്നെ എന്താ നിങ്ങളെ വായിലൊരു ബോൾട്ട് ഉണ്ടല്ലോ. അവൻ അപ്പോഴാണ് ആ ബോൾട്ട് വായെ തന്നെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ അതെടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിടും. അപ്പം തന്നെ വഴിയിൽ ഒരു ടെലിഫോൺ ബൂത്ത് അവൻ കാണുന്നുണ്ട്. എന്നാൽ അവൻ അത് പാസ് ചെയ്തു പോവും. അവൻ അവിടെ നിർത്തിയോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇവിടെ ആശാരി കടയിൽ അവർ 3 പേരും അവിടെയുള്ള ജോലിക്കാരുടെ വസ്ത്രത്തിലായിരിക്കും ഉണ്ടാവുക. കൂടെ തന്നെ ഹീറോ വാസ്കോയുടെ കയ്യിലെ കഫും പൊട്ടിച്ചു കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അന്നേരമാണ് ഒരു കാർ അങ്ങോട്ട് വരുന്ന ശബ്ദം അവർ കേൾക്കുക. കാർലോസ് മിണ്ടാതെ നിൽക്കാൻ പറയും. എന്നാൽ ഹീറോ അവസാനമായിട്ട് വാസ്കോയുടെ കയ്യിലെ കഫിലേക്ക് ഒരൊറ്റ അടി അടിക്കുമ്പോൾ ആ കാറ് അവർ നിൽക്കുന്ന ഷോപ്പിന് തൊട്ട് മുന്നിൽ വന്ന് നിർത്തും. അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് കാർലോസിന്റെ അച്ഛനായിരിക്കും. അച്ഛൻ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ മകനെ കാണുന്നത്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കും. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം, നമ്മളിപ്പോൾ കാറിൽ കയറാമെന്ന് പറഞ്ഞ് അവൻ കാറിൽ കയറാൻ നോക്കുമ്പോൾ പിന്നാലെ തന്നെ ഹീറോയും വാസ്കോയും കയറാൻ നോക്കും. അതിനച്ഛൻ, നിങ്ങൾ കയറരുത്, നിങ്ങൾ എനിക്ക് അറിയില്ല എന്ന് പറയും. കാർലോസ് അതെൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ അച്ഛൻ അവരോട് 2 പേരോടും ഡിക്കിൽ കയറിക്കൊള്ളാൻ പറയും. അങ്ങനെ അവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർലോസ് പറയും, അവരവിടെ മനുഷ്യന്മാരെ കൊണ്ടുപോയി കൊല്ലുകയാണ്, പീഡിപ്പിക്കുകയാണ്, ഒരുത്തനും അവിടുന്ന് ജീവനോടെ പുറത്ത് വരില്ല. അച്ഛൻ പറയും, എന്തായാലും നീ പുറത്തെത്തിയല്ലോ, അതെൻ്റെ വലിയ സന്തോഷം. അവൻ വീണ്ടും ചോദിക്കും, ഞാൻ ഇവിടെയുള്ള നിങ്ങളോട് ആരാ പറഞ്ഞേ? അച്ഛൻ പറയും, ഗില്ലി എന്നൊരാൾ ഫോണിൽ വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ ഗില്ലി നിന്റെ ഫ്രണ്ടാണോ? അതെൻ്റെ ഫ്രണ്ടാന്ന്
എന്ന് പറയുമ്പോൾ ഫ്രണ്ടാണെങ്കിൽ ഇത്രയും വലിയൊരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറ്റ സുഹൃത്ത് തന്നെ ആയിരിക്കുമല്ലോ. അന്നേരം കാർലോസ് പറയും അവനാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിച്ചത്. അച്ഛൻ പേടിക്കും. അപ്പം നീ അവിടെ നിന്ന് ചാടി വന്നതാണോ? എന്നാൽ അവർ സംസാരിക്കുന്ന ഡിക്കിന്ന് വാസ്കോ കേട്ട് കരയും. അവന് പേടിയായിരിക്കും. ഹീറോ പറയും നീ ഇങ്ങനെ കരയല്ലേ, പേടിക്കല്ലേ, അത് കാർലോസിന്റെ അച്ഛനാണ്, അവര് നമ്മളെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തെത്തിക്കും. അങ്ങനെ ആളും തരവില്ലാത്തൊരു സ്ഥലത്തെത്തുമ്പോൾ അച്ഛൻ രണ്ടുപേരോടും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിക്കൊള്ളാൻ പറയും. അവർ പുറത്തിറങ്ങുമ്പോൾ കാർലോസ് അവർക്കൊരു ടാറ്റയും കൊടുത്ത് അവരവിടുന്ന് വണ്ടിയിൽ പോകും. ഹീറോയും വാസ്കോയും കൂടെ അവിടുന്ന് പിരിയാൻ തീരുമാനിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. ഹീറോയുടെ കൈയാണെങ്കിൽ കയ്യിൽ വിലങ്ങ് വെച്ച പോലെ ആയിരിക്കും ഇരിക്കുന്നത്. കാരണം ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ രക്ഷപ്പെട്ട ഗില്ലി, അവന്റെ മുഴുവൻ പേര് ഗില്ലർമോ, അവൻ അവിടുന്ന് ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ വെച്ച് അവൻ്റെ ഒരു നല്ല നടനായി മാറി. 1984 അവൻ ഇറ്റലിയിൽ വെച്ച് ക്ലൗഡിയോയെ കണ്ടു, ഹീറോയെ കണ്ടു. അതേ വർഷം തന്നെ അവൻ സ്പെയിനിൽ വെച്ച് കാർലോസിനെയും കണ്ടു. കരയുന്ന വാസ്കോ ആണെങ്കിൽ അവൻ്റെ ഒരു ബന്ധു വീട്ടിൽ ഒളിച്ചു താമസിച്ചു. എന്നാൽ വീണ്ടും അവനെ പട്ടാളക്കാർ പിടിച്ചു. പക്ഷെ 1983 അവനെ വെറുതെ വിട്ടു. എന്നാൽ കാർലോസ്, അവൻ്റെ യഥാർത്ഥ പേര് ഗല്ലിഗോ, അവൻ്റെ കുടുംബത്തിൻ്റെ സഹായം കൊണ്ട് അർജന്റീന വിട്ടു. പിന്നെ ഇപ്പോൾ സ്പെയിനിലാണെന്നാണ് അറിവ്, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം സിനിമ ഇറങ്ങിയ 2006 വരെയുള്ള വിവരങ്ങളാണ്. അവരാ ബംഗ്ലാവിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അവിടെയുള്ള ബാക്കിയുള്ള തടവുകാരെ എല്ലാവരെയും പട്ടാളക്കാർ ജയിലിലേക്ക് മാറ്റി. അങ്ങനെ ആ ബംഗ്ലാവ് അടച്ചുപൂട്ടി. അവസാനം ഹീറോ ക്ലൗഡിയോ അവൻ സ്വീഡനിലേക്ക് കയറി അവിടെ രാഷ്ട്രീയ അഭയം പ്രാപിച്ചു. അവിടെ തന്നെ അവൻ അമേച്ചർ ഫുട്ബോളും കളിച്ചു നടന്നു. അവസാനം ഗോഡൻബർഗ് സർവകലാശാലയിൽ ഫിലോസഫിയിൽ ഗവേഷകനായി. നല്ല വിവരമുള്ള ആളാണ്, വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യനാണ് ഹീറോ. അന്ന് അവിടുന്ന് രക്ഷപ്പെട്ട ഹീറോ ആദ്യം തന്നെ കണ്ട ഏറ്റവും നല്ല കാഴ്ച അവൻ ബസ്സിൽ വെച്ച് സഹായിച്ച ആ ഗർഭിണി ചേച്ചി പ്രസവിച്ച് ആ കൊച്ചിനെയായിട്ട് അവൻ്റെ മുന്നിലൂടെ പോകുന്നതാണ്. അങ്ങനെ ആ കൊച്ചിനെ നോക്കി നിൽക്കുന്ന ക്ലൗഡിയോയെ കാണിച്ചുകൊണ്ട് ക്രോണിക്കിൾ ഓഫ് ആൻ എസ്കേപ്പ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു യഥാർത്ഥ സംഭവ കഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. അന്ന് സംഭവിച്ച കാര്യങ്ങൾ തന്നെയല്ലേ ഇതിൽ സിനിമയിൽ കാണിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഉള്ളത് വെച്ച് ഈ സിനിമ നല്ലൊരു സിനിമയായിരുന്നു. അന്ന് തടങ്കൽ പാളയങ്ങളിൽ കുടുങ്ങുന്നവരുടെ അവസ്ഥ അതെന്താന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റി. നമുക്കിടയിലും ഉണ്ടാവും ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ. എന്തായാലും ഈ സിനിമ അവർക്ക് വേണ്ടിയുള്ളതാണ്. സിനിമ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാതെ ഒളിച്ചുകളി കളിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. ഞാൻ എത്ര കാലമായി ചോദിക്കുന്നത്. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.